വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് നാളായി നമ്മുടെ ഫാമിലി വ്ളോഗൊക്കെ അപ്ലോഡ് ആക്കിയിട്ട് ഈ ഒരു കോലത്തിൽ ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായില്ല. സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യൻ മനസ്സുകൊണ്ട് ഒരുപാട് തവണ മരിച്ചതിന് ശേഷമാണ് ശരീരം കൊണ്ട് ഒരു തവണ മരിക്കുന്നത്. ആ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഞാൻ ഒരിക്കലും ഇനിയൊരു ഹോസ്പിറ്റൽ വ്ളോഗ് ചെയ്യേണ്ടി വരും എന്ന് വിചാരിച്ചിട്ടില്ല. കാരണം ഒത്തിരി ഹാപ്പിയോടെ ഒരു 2 ആഴ്ച മുമ്പ് ഇനി ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞ് വിട്ടതാണ് ഹോസ്പിറ്റലിൽ നിന്ന്. ഐദൂസിൻ്റെ റിവ്യൂസൊക്കെ കഴിഞ്ഞ് അവൻ ഓക്കെ നോർമലാണെന്ന് പറഞ്ഞ് വിട്ടതാണ്. പിറ്റേ ദിവസം രാവിലെ അവനെ വിളിച്ചിട്ട് അവൻ നമ്മുടെ വിളികൾക്കൊന്നും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആ കുട്ടി ആകെ തളർന്ന് കിടക്കുമായിരുന്നു. നേരം വെളുത്തിട്ട് 9 മണിയായിട്ടും അവൻ എഴുന്നേറ്റിട്ടുണ്ടായില്ല. സത്യം പറഞ്ഞാൽ അവൻ 9-9:30 മണിക്കൊക്കെ തന്നെയാണ് എഴുന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടേ ഉണ്ടായില്ല. സത്യം പറഞ്ഞാൽ ആ ഒരു നിമിഷം നമ്മുടെ കണ്ണിൽ അത് പറ്റില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇതാവുമായിരുന്നില്ല അവസ്ഥ. ഐദൂട്ടിയുടെ ഈ ഒരു അവസ്ഥയിൽ നമ്മളെല്ലാവരും ഭയങ്കര ഷോക്കായി, നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ വണ്ടിയിൽ ഒരു 5 മിനിറ്റിനകം നമ്മുടെ വണ്ടിയിൽ നമ്മൾ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടെ നിന്ന് ഡോക്ടർ ഫസ്റ്റ് എയ്ഡ് കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് ആംബുലൻസ് വിളിച്ച് നമ്മൾ അടുത്തുള്ളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലും എത്തിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വേറൊരു ആംബുലൻസ് വിളിച്ചാണ് നമ്മൾ ശ്രീചിത്ര ഹോമിൽ എത്തുന്നത്. പിന്നെ ഇവിടെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഫോളോ അപ്പ് ഒക്കെ നടക്കുന്നത്. ഇന്ന് നമ്മൾ EG എടുക്കാൻ വന്നതാണ് കേട്ടോ. EGയിൽ റിസൾട്ടിൽ പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല, നോർമലാണ് ആളിപ്പോൾ നല്ല ഉഷാറായിട്ടുണ്ട്. അതിനുശേഷം ഒരാഴ്ചത്തേക്ക് പനി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി. പിന്നെ നമ്മൾ 3-4 ദിവസം അടുപ്പിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഐദൂട്ടി ജനിച്ചതിന് ശേഷം നമ്മുടെ മെഡിക്കൽ കോളേജ് നമ്മുടെ തറവാട് പോലാണ്. എപ്പോഴും ഒരു ലൈഫിൻ്റെ 3/4 ഭാഗം അതിന് നമ്മൾ മെഡിക്കൽ കോളേജിലായിരിക്കും ചിലവഴിച്ചിട്ടുള്ളത്. പിന്നെ ICU, വെൻറ്റിലേറ്റർ, വാർഡ്, മെഡിക്കൽ കോളേജ് ട്രീറ്റ്മെൻറ്റ്, EG, MRI ഇതൊക്കെ ഫസ്റ്റ് ടൈം അറിയുന്നതും അവൻ ജനിച്ചതിന് ശേഷമാണ്. അപ്പോൾ അല്ലെങ്കിൽ ഒരു ചെറിയ പനി വന്നാലോ ജലദോഷം വന്നാലോ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കും, കുറച്ച് മരുന്നും ഗുളികയൊക്കെ കഴിക്കും. അത് കഴിയുമ്പോൾ നമ്മുടെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ മാറും. സോ അവിടെ തീരും നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ചിന്ത. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ രാവിലെ വന്നാൽ വൈകുന്നേരം 10 മണിയാവുമ്പോഴാണ് തിരികെ പോകുന്നത്. രാത്രി 10 മണിയാവും. എത്ര നേരത്തെ വന്നാലും വൈകുന്നേരം 10 മണിയാവും ശ്രീചിത്രയിൽ നിന്ന് നമ്മൾ തിരികെ പോകാൻ. അത്രയ്ക്ക് തിരക്കുണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ രാവിലെ വന്നിട്ട് EG എടുത്തിട്ടുണ്ടെങ്കിലും എൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 4-4:30 മണി ആവിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ വന്ന് ഫയൽ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ 5 മണിയായി. അപ്പോൾ എന്തായാലും നമ്മൾ ഡോക്ടർ നോക്കുന്നത് ലാസ്റ്റാണ്, ഏറ്റവും ലാസ്റ്റാണ്. അപ്പോൾ ഏകദേശം ഒരു തിരക്കൊക്കെ ഒഴിഞ്ഞ് രാത്രി 8-8:30 മണിയുള്ള ടൈമാണ് കേട്ടോ ഇത്. അപ്പോൾ ഐദൂട്ടി ഭയങ്കര ഇറിറ്റേഷൻ കാണിക്കുന്നുണ്ടായിരുന്നു. അവന് പ്രോപ്പറായിട്ട് ഫുഡ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല, അവന് മരുന്ന് കഴിക്കണം, അത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അങ്ങനെ ലൈഫിൽ നമ്മൾ കുറേ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയാണ്. അതുപോലെ തന്നെ ലൈഫിൽ ഒത്തിരി വേറെ ഇഷ്യൂസൊക്കെ ഉണ്ട്. ടെൻഷനും സങ്കടവും വിഷമമൊക്കെ ആയിട്ട് ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാത്തത്. എല്ലാവരും ചോദിച്ചു തുടങ്ങി എന്താ വീഡിയോസൊന്നും വരുന്നില്ലല്ലോ എന്ന്. ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, എന്നെ അറിയാവുന്ന കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.